ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഏറ്റവും ആദ്യം വരുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഒരു ക്വസ്റ്റ്യനാണ്. 6 ക്വസ്റ്റ്യൻ എന്തോ ആണ് ഡിസ്കസ് ചെയ്ത്, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ഒരു ക്വസ്റ്റ്യനാണ്. Two bars of different materials are of the same size and are subjected to same tensile force. If the bars have unit elongations in the ratio of 4:7, the ratio of moduli of elasticity of the two materials is. അപ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ സെയിം സൈസുള്ള രണ്ട് ബാർസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ആണ്, പക്ഷെ അതിൻ്റെ സൈസ് സെയിം ആണ്, സെയിം ടെൻസൈൽ ഫോഴ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇഫ് ദ ബാർസ് ഹാവ് യൂണിറ്റ് ഇലോങ്ങേഷൻസ് ആണുള്ളത് ഇൻ ദ റേഷ്യോ 4:7, then the ratio of moduli of elasticity of the two materials is. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം യൂണിറ്റ് ഇലോങ്ങേഷൻ ആ ഒരു ഡിഫോർമേഷൻ്റെ ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു PL/AE ആണല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ മെറ്റീരിയലിൻ്റെ ഡിഫോർമേഷൻ Δ1 സെക്കൻഡ് വൺ ഇൻറ്റു Δ2 ആണെന്ന് പറഞ്ഞാൽ PL/AE അല്ലേ. അപ്പോൾ ഇവിടെ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെയും അത് P തന്നെയാണ് വരിക. രണ്ടും സെയിം സൈസിലുള്ളതാണ്, അപ്പോൾ ലെങ്ത്തും സെയിം തന്നെയാണ് അല്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും അപ്പോൾ സെയിം തന്നെ ആയിരിക്കും. ഇനി രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് ഡിഫറൻസ് വരുന്നത് അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കായിരിക്കും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫസ്റ്റ് മെറ്റീരിയൽ നമ്മൾ E1 എന്നും രണ്ടാമത്തേന് E2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ, അപ്പോൾ ഈ Δ1/Δ2 എന്ന് പറയുന്നത് എന്തായിരിക്കും? PL/AE1/PL/AE2 അല്ലേ. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു E2/E1. അപ്പോൾ 4:7 ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് E2:E1 എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് റേഷ്യോ ഓഫ് മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. E1:E2 ആണ് ചോദിച്ചേക്കുന്നത്. E1:E2 അപ്പോൾ എന്തായിരിക്കും വരിക? 7:4 എന്നാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ 7:4 ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the rivet value is 16.8 kilonewton and force in the member is 16.3 kilonewton, then the number of rivets required for the connection of the member to a gusset plate is option A 1, option B 2, option C 3 and option D 4. അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് റിവറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബൈ റിവറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഫോഴ്സ് ബൈ റിവറ്റ് വാല്യൂ ചെയ്താൽ മതി. ഇവിടെ റിവറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 16.8 ആണെന്ന് തന്നിട്ടുണ്ട് ആൻഡ് ഫോഴ്സ് ഇൻ ദ മെമ്പർ 16.3 kilonewton ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഫോഴ്സ് ഇസ് 16.3/16.8 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 എന്ന് കിട്ടും. ഓക്കെ, 1. പക്ഷേ നമ്മൾ മിനിമം നമ്പർ ഓഫ് റിവറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 2 റിവറ്റ്സ് എങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് റിവറ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 2. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി of a hemisphere of radius r from its base measured along the vertical radius is. ഓക്കെ, അപ്പോൾ ഇത് ഹെമിസ്ഫിയറിൻ്റെ കേസാണ് പറയുന്നത്. സെമി സർക്കിൾ അല്ല. സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്
ബേസിൽ നിന്നും 4r/3π അല്ലേ, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇത് സെമി സർക്കിൾ അല്ല, ദിസ് ഇസ് എ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ വരുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വന്നിട്ട് 3r/8 ആണ് വരുന്നത്. ഓക്കെ, 3r/8. ഇനി റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ ഡിസ്റ്റൻസ് ഓഫ് d/2 അല്ലെങ്കിൽ b/2. ഓക്കെ, ഇനി സ്ക്വയർ ആണെങ്കിൽ എന്താ, അതേപോലെ b/2 ആണ് വരിക. ഓക്കെ, സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ d/2 ആയിരിക്കും അല്ലേ വരിക. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ സൈഡിൽ നിന്നും 1/3 ഡിസ്റ്റൻസ് മാറിയായിരിക്കും വരിക. 1/3 ഇത് ബി ആണെന്നുണ്ടെങ്കിൽ 1/3 ഇൻറ്റു ബി. ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ 3r/8 ആണ്. ഹെമിസ്ഫിയർ ആണ്, സെമി സർക്കിളുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഹെമിസ്ഫിയറിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് റൈറ്റ് സർക്കുലർ സോളിഡ് കോൺ ലൈസ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് റൈറ്റ് സർക്കുലർ കോണിൻ്റെ കേസിലാണ്. ഫ്രം ദ ബേസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ബേസിൽ നിന്നും എത്ര ഹൈറ്റിൽ മാറിയിട്ടാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിടക്കുന്നതെന്നാണ്. ആൻസർ വരിക h/4 ആണ്. ഓക്കെ, h/4. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The angle between two forces when the resultant is maximum and minimum respectively is. അപ്പോൾ രണ്ട് ഫോഴ്സസ് ഉണ്ട്, P ആൻഡ് Q, ആൻഡ് അതിൻ്റെ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? റിസൾട്ടൻറ്റ് R is equal to √P² plus Q² plus 2PQ cos തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ മൂന്ന് ഡിഫറെൻറ്റ് കേസസ് വരാം. തീറ്റ ഇസ് ഈക്വൽ ടു 0 വരുന്ന കേസിൽ നമുക്ക് R കോസ് തീറ്റ 0 ആവുന്ന കേസിൽ കോസ് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. കോസ് 0 is 1. കോസ് 0 1 വരും. സോ കോസ് 0 is equal to, സോ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എന്താ വരിക? P² plus Q² plus 2PQ എന്ന് വരും. അപ്പോൾ P² plus Q² plus 2PQ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? P plus Q the whole square എന്ന് എഴുതിക്കൂടെ? സോ R is equal to P plus Q in case of theta is equal to 0. ഇനി തീറ്റ 90 ഡിഗ്രി ആവുന്ന കേസ്. ഓക്കെ, സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. തീറ്റ ഇസ് 90 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി ആകുമ്പോഴേക്കും എന്തായിരിക്കും വരിക? കോസ് 90 ആണ് കേട്ടോ 0. കോസ് 90 എന്ന് പറയുമ്പം 0 വരും. സോ അപ്പോൾ റിസൾട്ടൻ്റ് R വിൽ ബി ഈക്വൽ ടു √P² പ്ലസ് Q² എന്നാണ് വരിക. √P² പ്ലസ് Q². ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ നമുക്ക് നോക്കാം. മൂന്നാമത്തെ കേസ് വരുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി വരുവാണെന്ന് വെച്ചു. തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ഡിഗ്രി ആകുമ്പോൾ കോസ് 180 വിൽ ബി ഈക്വൽ ടു -1 ആണ്. -1 ആയിട്ട് വരും. അപ്പോൾ R വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും വരിക? കോസ് 180 -1 വരുമ്പോൾ R വിൽ ബി P മൈനസ് Q എന്നുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. P മൈനസ് Q. സോ ഇവിടെ നോക്കിയാൽ അറിയാം ആറിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമം നിൽക്കുന്നത് എപ്പോഴാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോൾ. തീറ്റ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് ആറിൻ്റെ വാല്യൂ മാക്സിമം വരുന്നത്. ആറിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നത് എപ്പോഴാണ്? തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കുന്ന കേസിലാണ് ആറിൻ്റെ വാല്യൂ മിനിമം വരുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തായിരുന്നു? ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ് വെൻ ദ റിസൾട്ടൻ്റ് ഇസ് മാക്സിമം ആൻഡ് മിനിമം റെസ്പെക്റ്റീവ്ലി ഇസ്.
അപ്പോൾ എന്താണ് വരിക? ഓപ്ഷൻ എ. മാക്സിമം ആവുന്നത് വെൻ ദ ആംഗിൾ ഇസ് 0 ഡിഗ്രി ആൻഡ് മിനിമം ആവുന്നത് വെൻ ദ ആംഗിൾ ഇസ് 180 ഡിഗ്രി. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If three coplanar forces at a point are in equilibrium, then each force is directly proportional to the sine of angle between other two forces. ഇത് ഏത് ലോ ആണെന്നുള്ളതാണ്. അപ്പോൾ 3 കോപ്ലാനാർ ഫോഴ്സസ് ഉണ്ട്. P, Q ആൻഡ് R. ഇതിൻ്റെ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ തിയറം അനുസരിച്ച് P is directly proportional to sin alpha and R is directly proportional to sin gamma and Q is directly proportional to sin beta. ഇത് ഏത് ഇക്വേഷൻ ഇത് ഏത് തിയറം ആയിരുന്നു? P by sin alpha is equal to R by sin gamma is equal to Q by sin beta എന്ന് പറയുന്നത് അത് ലാമിസ് തിയറമായിരുന്നു. ഓക്കെ, ലാമിസ് തിയറത്തിൻ്റെ ഒരു തിയറമാണ് ഈ പറഞ്ഞത്. ത്രീ കോപ്ലാനാർ ഫോഴ്സസ് അറ്റ് എ പോയിൻ്റ് ആർ ഇൻ ഇക്വിലിബ്രിയം. ഈച്ച് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരാം ഓപ്ഷൻ ബി, ലാമിസ് തിയറമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ത്രൂ ആക്സിയലി the strain developed in the perpendicular direction of the force is known as. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ആക്സിയലി നമ്മൾ ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോഡിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിൻ്റെ പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ ലീനിയർ സ്ട്രെയിൻ, ഓപ്ഷൻ ബി ലാറ്ററൽ സ്ട്രെയിൻ, ഓപ്ഷൻ സി ഷിയർ സ്ട്രെയിൻ ആൻഡ് ഓപ്ഷൻ ഡി വോളിമെട്രിക് സ്ട്രെയിൻ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എലോങ് ദ ലെങ്ത് ലീനിയർ സ്ട്രെയിനും പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഉണ്ടാവുന്നത് ലാറ്ററൽ സ്ട്രെയിനുമാണ്. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി, ലാറ്ററൽ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ സർഫസിലായിട്ട് ഷിയർ ഫോഴ്സ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഷിയർ, എല്ലാം ടാൻജൻഷ്യലി ആക്ട് ചെയ്യുന്ന ഒരു ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാകുന്നതാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ വരിക ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ എലോങ് ദ ലെങ്ത് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലീനിയർ സ്ട്രെയിൻ. പെർപെൻഡിക്കുലർ ഓർ ലാറ്ററലി ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A block of weight 20 kN just begins to move along a horizontal surface on application of 5 kN horizontal force. The coefficient of friction between block and the surface is. Okay, അപ്പം ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 20 kN. ഓക്കെ, 20 kN എന്ന് പറയുന്ന വെയിറ്റ് ഉദ്ദേശിച്ചേക്കുന്നത് ആ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനാണ്. ഓക്കെ, നോർമൽ റിയാക്ഷനാണ്. സോ ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനാണ് 20 kN. പിന്നെ ഇവിടെ 5 kN ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 5 kN. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് kN ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് എന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ് കേട്ടോ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അഥവാ മാക്സിമം ഫ്രിക്ഷനാണ്. മാക്സിമം ഫ്രിക്ഷൻ. അപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഈ 5 kN തന്നെയാണ്, 5 kN. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ ബൈ നോർമൽ റിയാക്ഷൻ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും കിട്ടുക? 5/20
5/20. സോ ആൻസർ ഇസ് 0.25 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. 0.25 എന്നാണ് വാല്യൂ കിട്ടുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട്, ഡൈനാമിക് ഫ്രിക്ഷനും ഉണ്ട്. രണ്ട് ഫ്രിക്ഷൻസ് ഉണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പം റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഡൈനാമിക് ഫ്രിക്ഷനിൽ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ്ങും പിന്നെ മറ്റൊന്ന് റൂളിങ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഇനി ഇത് കൂടാതെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞു. ഏറ്റവും മാക്സിമം ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് മൂവ് ചെയ്യുന്നതിന് മുന്നേയുള്ള ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് ചോദിച്ചാലും ലിമിറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ എന്നുള്ളതാണ് ആൻസർ, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ. ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ ഓപ്ഷനിലുണ്ടായിരിക്കും, മാക്സിമം ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ബൈ നോർമൽ റിയാക്ഷൻ എന്നുള്ളത് വേണം എഴുതാൻ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 8th second if started from rest with an acceleration of 2 meter per second square. ഓക്കെ, അപ്പം സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ nth സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു n-1/2 എന്നുള്ള ഇക്വേഷനാണ്. ഓക്കെ, u പ്ലസ് a ഇൻറ്റു n-1/2. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒബ്ജക്റ്റ് ഫ്രം റെസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ u ഇസ് ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. ഇനി nth സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 8th സെക്കൻഡാണ്. അപ്പം n ഇസ് ഈക്വൽ ടു എത്ര വരിക? 8 ആണ് വരുന്നത്. ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട്. ആക്സലറേഷൻ ഇസ് 2 meter per second square ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 0 പ്ലസ് 2 ഇൻറ്റു 8 മൈനസ് 1/2. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 15 മീറ്റർ എന്നുള്ളതാണ്. 15 മീറ്റർ. ഓക്കെ, അപ്പം ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോഡി ഇൻ ദ 8th second ഇഫ് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് വിത്ത് ആൻ ആക്സലറേഷൻ ഓഫ് 2 meter per second. ആൻസർ വരിക 15 മീറ്റർ എന്നുള്ളതാണ്. ആ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 15 മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When the mass of a bob in simple pendulum is doubled its time period, option A remains unchanged, option B doubled, option C become 4 times and option D halved. ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്, അതിൻ്റെ മാസ് ഈസ് ഡബിൾഡ്. ഓക്കെ, മാസ് 2 times ആക്കി. നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ T is equal to 2π√L/g ആണ്. അപ്പം ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് മറ്റൊന്ന് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ മാസിന് ഒരു പ്രസക്തിയുമില്ല. സോ ഇവിടെ എന്താ വരിക? വെൻ മാസ് ഓഫ് ദ ബോബ് ഇൻ സിമ്പിൾ പെൻഡുലം ഇസ് ഡബിൾ ഇറ്റ്സ് ടൈം പീരീഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്നാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.